സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടോ? കണ്ടില്ലെങ്കിൽ വേഗം അത് പോയി കാണണം കേട്ടോ. സോ ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റു, അത് കഴിഞ്ഞിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞു. ദുമ്മക്കുട്ടിയും കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങക്ക് ഹെൽത്തിന്ന് ഒരു കഷായത്തിന്റെ പൊടി തന്നിട്ടുണ്ടായിരുന്നു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് കുടിച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ദുമ്മക്കുട്ടിയെ ഞാൻ കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിയിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ദുമ്മക്കുട്ടിയും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് രാസ്നാദി തേക്കാമെന്ന് വിചാരിച്ചു. രാസ്നാദി ഉച്ചിയിൽ തടവുന്ന വളരെ നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പനി നീർക്കെട്ടുന്നുണ്ടാവില്ല. അപ്പോ രാസ്നാദി തൂത്തു. എന്നിട്ട് നമുക്ക് പിരുകം ഒന്ന് ആദ്യം എഴുതി കൊടുക്കാവേ. പിരുകം ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ട്, വീട്ടിലൊക്കെ നിൽക്കുമ്പോ ഐബ്രോ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കത്തുള്ളൂ. നോക്കട്ടെ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കണം. ആ ഐബ്രോസിന് നല്ല ഷേപ്പ് വരാനായിട്ട് നല്ലതാണെന്ന് പഴമക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുടി ഒന്ന് ചീകി ഒന്ന് ഒതുക്കി കൊടുക്കട്ടെ. സുന്ദരിയായല്ലോ ഇപ്പൊ തന്നെ. ആഹാ, നോക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ. അമ്മ നോക്കിക്കേ. ബോൾ പൊട്ട്, ബ്യൂട്ടി സ്പോട്ട്, പൊട്ട് പൊട്ട്, ബ്യൂട്ടി സ്പോട്ട് ഇട്ടിട്ട് കണ്ണെഴുതണോ? കണ്ണ് ഞാൻ ജസ്റ്റ് വാല് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം കുഞ്ഞല്ലേ, അപ്പൊ വാല് മാത്രം ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇത് അത്രേ ഉള്ളൂ. ദുമ്മക്കുട്ടി റെഡിയായി. ഹായ് പറ, ഇവിടെ നോക്കി ഹായ് പറ. ഹായ്. ദുമ്മക്കുട്ടിയുടെ ഹെഡ് എവിടെ? ഹെഡ് കാണിച്ചേ അമ്മേ. ഹെഡ് അതാന്നോ? ഐസ് eyes, nose, ears, anika tongue, nose, teeth, cheeks, chinna gai, anika shoulders, very good. Achucho, itu jalla. Shaw. Anika kaka kishigi kaka. Koila kishigi. Doggy kishigi. Amba kishigi. Billu. Elephant. Pinnenda ariya. Kori. Kaka. അപ്പോ മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുകയായോണ്ട് ഞാനൊന്ന് കോതി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാനപ്പോ ഇന്നലെ പറഞ്ഞില്ലേ ഓലന്റെ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ ചേച്ചി തന്നതാണ്. ഇതാണിപ്പോ യൂസ് ചെയ്യുന്നത്. നല്ല സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ പറ്റിയ നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരു ഡ്രോപ്പ് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവേ.
മുടി ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ല നല്ല സ്മൂത്ത്നെസ് ഉണ്ട് ഫേസിന്. എന്നിട്ട് ഞാനും ഐബ്രോസ് മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഒക്കെ എടുത്തിട്ട് കുറെ നാളായി. ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ ഒക്കെ മുന്നെടുത്താണ്, പിന്നെ എടുത്തിട്ടേ ഇല്ല. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ ഫുൾ ഈ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയും കണ്ണൊന്ന് എഴുതാൻ പോവാണേ. കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാലിട്ട് കൊടുക്കാം. മേലെയും അതുപോലെ എഴുതി കൊടുക്കണം. എന്നാലേ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മേലിൽ എഴുതി കൊടുക്കുന്നത്. കണ്ടോ? അപ്പൊ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ്. പുറത്തൊക്കെ പോകുമ്പോൾ താഴെയും ഞാൻ എഴുതാറുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളെ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാമേ. ലിപ്സ്റ്റിക്ക് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാച്ചുപഴി കവർ ഗേളിന്റെ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതും നല്ല കോസ്റ്റ്ലി ആണിത്. അറൌണ്ട് 2000 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാമും ഗ്ലോസും കണ്ടോ? ഇതും കവർ ഗേളുടെ തന്നെയാണ്. ഇതും ചേച്ചി തന്നു വിട്ടതാണ്. കണ്ടോ? ഒരു ബേസ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അതാ ഇത് കണ്ടോ? ഒരു പിങ്ക് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. കണ്ട ഒരു പിങ്ക് ന്യൂഡാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നല്ലൊരു ഫിനിഷ് കിട്ടും. കണ്ടോ? മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. അപ്പോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് പിങ്ക് പോസ് ആണ് കേട്ടോ. പിങ്ക് പോസ് നല്ല ലിപ്സ്റ്റിക് ആണ്. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഈ മോയ്സ്ചറൈസറിന്റെ കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഓലെ കംപ്ലീറ്റിന്റെ. ഇതിനകത്ത് വന്നിട്ട് UV പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ ഡെയിലി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. സൺസ്ക്രീനും കൂടെ ആഡഡ് ആണ് ഇതില്. അപ്പോൾ ഒരു നല്ല ഒരു കവറേജും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും.
സെൻസിറ്റീവ് ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും പോകുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നല്ല ഒരു അടിപൊളി റിസൾട്ട് ആണ് ഉണ്ടാവുക. അപ്പൊ ഇതാ ഞാൻ നല്ലൊരു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണപ്പോ മോർണിംഗ് ലുക്ക്. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കണ്ടോ, നല്ലൊരു പിങ്കി ന്യൂഡ് കളർ കണ്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എടുക്കാം, അത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, പോയാലോ. ആണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സന്താണെന്നാണ് കേട്ടോ ഇതിന് പറയാം. ഇഡ്ലി മാവ് തന്നെ പ്ലേറ്റില് വലിയതാക്കി നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, വട്ടയപ്പൊക്കെ, അതുപോലെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതുപോലെ ടൊമാറ്റോ ചട്നി ഉണ്ട്, പിന്നെ വന്നിട്ട് ചട്നി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഡിസ്ഇൻഫെക്റ്റന്റ് കൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തറയൊക്കെ തുടച്ചിട്ടു. പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പോ നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. സെഫോറന്റെ ലിമിറ്റഡ് എഡിഷൻ ആണിത്. വാട്ടർ ജെം കാണിച്ചു തരാവേ. ഇതും ചേച്ചി തന്നാണ്. ഞാൻ ഇത്ര കോസ്റ്റ്ലി പ്രോഡക്ട്സ് ഒന്നും വാങ്ങാറില്ല. അപ്പൊ ഇതാണ് കേട്ടോ പാലറ്റ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട്. സെഫോറന്റെ വാട്ടർ ജെം എന്ന് പറയുന്ന എഡിഷൻ ആണ് കേട്ടോ. ഇത് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടോ, എന്ത് അടിപൊളി പാക്കിംഗ് ആണെന്ന് നോക്കിക്കേ. സൂപ്പർ അല്ലേ, കണ്ടോ. കാണിച്ചുതരാം. ഇതിന്റെ മേലത്തെ സൈഡില് ഗ്ലിറ്ററിംഗ് ടൈപ്പും താഴെ മാറ്റ് ഫിനിഷിലും ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, എന്ത് നല്ല ഷെയ്ഡ്സ് ആണെന്ന് നോക്കൂ. ഇത് വന്നിട്ട് നമുക്ക് എല്ലാം ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ടും ബ്രോൺസർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റ് ആണ്. 3-in-1 എന്തോ മറ്റോ ആയിരുന്നു അതിന്റെ, ഞാനിപ്പോ കറക്റ്റ് ഓർക്കുന്നില്ല. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ ഐ ഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റ് ആണ് കേട്ടോ. ഇതും ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന് ഓൾമോസ്റ്റ് 4,000 അടുത്തുണ്ട് ഇന്ത്യൻ റുപ്പി. 3,500 above സംതിങ് ലൈക്ക് ദാറ്റ്. നോക്കിക്കേ, വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ. ഇനി നോക്കിക്കേ, ഇത് വന്നിട്ട് സെഫോറന്റെ ക്രിസ്റ്റൽ ഫേസ് പാലറ്റ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ ഇൻസ്പയർഡ് പാലറ്റ് ആയിരുന്നു ഇത്. ഇതിനകത്ത് വന്നിട്ട് ഹൈലൈറ്റേഴ്സ്, ബ്ലഷസ്, ബ്രോൺസേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഓൾ ഇൻ വൺ ഫേസ് പാലറ്റ് ആയിരുന്നു ഇത്. ഒരു കംപ്ലീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാലറ്റ് ആണ് കേട്ടോ. എല്ലാ ഷെയ്ഡ് റേഞ്ചിനും പറ്റുന്ന ഒരു പാലറ്റ് ആണ്. കണ്ടോ, അതുപോലെ എല്ലാ ഫങ്ഷൻസിനും നമുക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഉള്ള ഷെയ്ഡ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കണ്ടോ. അടുത്തത് വന്നിട്ട് യൂസ് ചെയ്യുന്ന ബോഡി ബട്ടർ വന്നിട്ട് ബെയ്ലിസ് ആൻഡ് ഹാർഡിങ്ങിന്റെ ഇംഗ്ലണ്ട് പ്രോഡക്റ്റ് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു ഇത്. പിങ്ക് മാഗ്നോളിയ ആൻഡ് പിയർ ബ്ലോസം ബോഡി ബട്ടർ ആണ് ഇത്. അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ്, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു, അതുകൊണ്ട് ഇത് മിച്ചിരിപ്പുണ്ട്. ഇത് തീർന്നില്ല. അതുപോലെ തന്നെ ഇത് ഇവരുടെ ഒരു കിറ്റായിട്ടായിരുന്നു, ലക്ഷൂറിയസ് കിറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് മോയ്സ്ചറൈസിങ് ഹാൻഡ് ആൻഡ് നെയിൽ ക്രീം ആണ്. ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിരുന്നു നെയിൽസിനും അതുപോലെ ഹാൻഡ്സ്, ക്യൂട്ടിക്കൽ. പിന്നെ വന്നിട്ട് അവരുടെ ബാക്ക് ക്രീം വന്നിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ലക്ഷറി ബാക്ക് ക്രീം. ഇത് വന്നിട്ട് നമ്മള് കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും സ്കിന്നൊക്കെ. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അടുത്തത് അവരുടെ ഷവർ ജെല്ലാണ്, റിഫ്രഷിംഗ് ഷവർ ജെൽ. അതും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. അടുത്തത് വന്നിട്ട് ബാത്ത് മിൽക്ക് ആണ്. കണ്ടോ, ഇത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. നല്ലൊരു സിൽക്കി ആവും നമ്മുടെ സ്കിന്നൊക്കെ. അപ്പം നല്ലൊരു ഫ്രാഗ്രൻസും ആണ് കേട്ടോ ഇതിനൊക്കെ. അടുത്തത് യൂസ് ചെയ്യുന്ന ഹെയർ ക്രീം വന്നിട്ട് ഹിമാലയയുടെ ആന്റി ഡാൻഡ്രഫ് ഹെയർ ക്രീമാണ്. കണ്ടോ, ടീ ട്രീ ഓയിലും തുളസിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട്
നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും അതുപോലെ തന്നെ നമ്മളുടെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഹെയറിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. It's complicated when you love another. There's been nothing a secret. I know all about you. Everything has to be. That's the way you are. Sometimes love never found. What do you looking for? But I know God will teach us better than. അപ്പൊ ഉച്ചയായി, നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. അപ്പോ ചോറെടുക്കാം, എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പൊ ദാ നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നോക്കാം. മുരിങ്ങ ഇല തോരൻ, പിന്നെ വന്നിട്ട് മെഴുക്കുവരട്ടി, മിക്സഡ് മെഴുക്കുവരട്ടി ആണെന്ന് തോന്നുന്നു. പയറും അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണ്, ചേമ്പൊക്കെ ഇട്ടിട്ടുള്ള മിക്സഡ് മെഴുക്കുവരട്ടി. ചോറ്, ഇത് കുമ്പളങ്ങയും അതുപോലെ വൻപയറും ഇട്ട് എരിശ്ശേരി. കണ്ടോ? ഊണൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മിഠായി കഴിക്കാൻ പോവാണ്. ലിൻഡോ കണ്ടില്ലേ? ഇത് വന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ്. കാണിച്ചുതരാം നിങ്ങളെ. ഇതിന്റെ അകത്തിട്ടിരിക്കും, കണ്ടോ? നല്ല മെൽറ്റായി പോയി, കണ്ടോ? നമുക്ക് ബ്ലൂ പൊട്ടിച്ചു നോക്കാവേ. അതിന്റെ കിട്ടി കണ്ട, ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അവേ അതിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര ജ്യൂസി ക്രീമി ആയിട്ടിരിക്കും. അപ്പോ ഇനിയിപ്പോ ദുമ്മക്കുട്ടിയെ ഉറക്കുന്ന സമയമാണ്. ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഉറക്കിയിട്ട് വൈകുന്നേരം കാണാട്ടോ. അപ്പൊ ദാ ദുമ്മക്കുട്ടി ഉറങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ വേറെ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്തി തരാട്ടോ. ആ സമയത്ത്
അപ്പൊ ഇതാ നോക്കിക്കേ, ഇതാണ് ഞങ്ങളുടെ ഹെഡ്ഫോൺ. സ്റ്റേറ്റസിന്റെ BT1 സീരീസിലുള്ള ഹെഡ്ഫോൺ ആണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ശരാവേ, ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കായോണ്ട് നല്ല ബോക്സിംഗ് ആണ് കേട്ടോ. ഇത് ഇവരുടെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. വാവ്, കണ്ടോ? ഇതൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 13,000-14,000 റുപ്പീസിന്റെ അടുത്തുണ്ട്. 13,600 ആൻഡ് സംതിങ്, 14,000 റേറ്റ് ആണ്. കണ്ടോ? പിന്നെ ഇതാ ഇങ്ങനെ ലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് വെക്കുകയും ചെയ്യാം. ബ്യൂട്ടിഫുൾ പാക്കിംഗ് അല്ലേ? അടുത്ത ഒരു സാധനം നോക്കിക്കേ, ഇത് കണ്ടോ? ഇതെന്താന്ന് മനസ്സിലായോ? ഇത് വന്നിട്ട് അരിപ്പയാണ് കേട്ടോ. നമുക്ക് പൊടികൾ എന്തെങ്കിലും പാറ്റണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ടിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്സർ ഉണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പം ഇതൊക്കെ പാറ്റാൻ വേണ്ടിയിട്ട്, അരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കപ്പാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ദുമ്മക്കുട്ടിക്ക് ചേച്ചി കൊടുത്തു വിട്ട ഒരു ക്യൂട്ട് പപ്പി ബാഗാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. അതാ നോക്ക്, ഇതാണ് സിപ്പ് വന്നിട്ട്. പൊട്ടിച്ചിട്ടില്ല, തുറന്നിട്ടില്ല. കണ്ടോ ബാഗ്? ഇതിനകത്ത് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാം. നോക്ക് പപ്പി, നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിനൊരു ബെൽറ്റ് ഒക്കെ ഉണ്ട് കഴുത്തുമ്മ. കണ്ടോ? ക്യൂട്ട് ബാഗ് അല്ലേ? ഇത് എത്ര ദിവസത്തേക്കൊക്കെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ മാത്രം ഇട്ടുവിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയും പിടിക്കും. എവിടെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒന്ന് പറ്റിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി അങ്ങ് പോയില്ലേ? അതുകൊണ്ട് എവിടെങ്കിലും അങ്ങനെ ഒക്കേഷൻസിന് മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ? അപ്പതാ നമുക്ക് 4 മണിക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യൽ വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. അങ്ങച്ചോയി हटा ये कौन है की पोनी में यूनिकॉर्न में कौन है की है Feeling sick and fall, अच्छे falling इतनी की to दे your heart. honest तुम कुटी Feels का complicated when you love another one. The
There's been nothing a secret. पॉकेट सुमो पॉकेट अभी तेरे का हाथ गाली पॉकेट पॉकेट कई दुम्मी पॉकेट पॉकेट अभी तेरे हाथ गाली I love the way Hey, pocket. you are. So cute. Angajay. Time I've never found. What do we looking for? But I know God will teach us better than our sacrifice. There's been nothing a secret. I know all about you. Everything has to be. Hi. I Kisu. love the way Hair. you Hair. are. Wow, 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 wow. Chichoy ka? Angajay. Kisu. Kita maganda chacha ka. Together, just stay in my life, and we make it all happen. I don't need more in this life. All I want is just with you. ഉഷാകോർന്നു ബാത്ത് ചെയ്തിട്ട് അമ്മ ഇടിച്ചു I തരാട്ടോ feel it's my freedom until we grow old together. We love to life with you. അപ്പോ 6 മണി 6:15 ആകുമ്പോ വിളക്ക് കൊളുത്തും സന്ധ്യ ആവുന്നതിനനുസരിച്ച്. അപ്പോ ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവാൻ പോവാണ്. അപ്പൊ കുളിച്ചിട്ട് കാണാം. അപ്പൊ ഇതാ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കുടിക്കാനുള്ള കഷായം വന്നിട്ടുണ്ട്. ദുമ്മുകുട്ടി ഇതാ ബാക്ക് ഡ്രോപ്പില് ക്യൂട്ടായിട്ടില്ലേ? ഹായ് പറ. ചീകി ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനും ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടിയൊക്കെ ഒന്ന് ചീകിക്കട്ടെ. അപ്പൊ മോയ്സ്ചറൈസർ ഇന്നലെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ലാക്റ്റിക് ആലമൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ലിപ് ബാമും കൂടെ. ഇത് ബേബി ലിപ്സ് ആണ്, മെബലൈൻ്റെ ബേബി ലിപ്സ്. അപ്പോ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പൊ ദാ ഞാൻ മുടിയൊക്കെ പിന്നി കണ്ടോ, മൂക്കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ മൂക്കുത്തിയുടെ തണ്ട് കാണാനില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ പഴയ മൂക്കുത്തി സെറ്റൊക്കെ എനിക്ക് കിട്ടി, തപ്പിയെടുത്തു. അപ്പോൾ അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല വലുപ്പമുള്ള മൂക്കുത്തികളിലൊന്നാണ്. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് അല്ലായിരുന്നു വലിയ മൂക്കുത്തികള്. അപ്പൊ ആ സമയത്ത് കുറെ വലിയ മൂക്കുത്തികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ എന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിലൊരു മൂക്കുത്തിയാണിത്. അപ്പൊ ഇത് മൂക്ക് അടഞ്ഞ് തുടങ്ങുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ്. ഓക്കെ. അപ്പൊ രാത്രിയിലത്തെ ഫുഡിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നമ്മള് കഷായം കുടിക്കണം കേട്ടോ. അപ്പം കഷായം വന്നിട്ടുണ്ട്, കഷായം കുടിക്കാം. അപ്പൊ ഞങ്ങളുടെ ഡിന്നർ വന്നു. ഓട്സ് ആണ് രാത്രിയില്. ഓട്സും പിന്നെ കപ്പയും. ഓട്സും കപ്പയാണ് രാത്രിയില്. അപ്പൊ കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോ എന്റെ സെക്കൻഡ് ക്വാറന്റൈൻ ഡേയും കഴിയാറായി. ദുമ്മുക്കുട്ടി ഉറങ്ങി, വിഷ്ണുചേട്ടന് വർക്ക് ഉണ്ട്. അപ്പോ നൈറ്റാണ്, ഇരിക്കേണ്ടി വരും. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നു. അത് കഴിയുമ്പോൾ കുറച്ച് വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഞാനും കിടന്നുറങ്ങും. അപ്പോ ഗുഡ് നൈറ്റ്. നാളെ കാണാം. വീഡിയോ മറക്കാതെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. മറക്കാതെ കാണണം. ബൈ ബൈ. ടേക്ക് കെയർ. സീ യു.